നമ്മുടെ വഴിക്കടവ് പഞ്ചായത്ത് നാരോക്കാവില് കാളപൂട്ട് നടക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നാരോക്കാവിലെ കുഞ്ഞമാക്ക് എന്നൊരാളെ പരിചയപ്പെടുത്തരുന്നുണ്ട്. അതിന്റെ കാഴ്ചകളിലേക്ക് വാ. ഈ നാരോക്കാവിലെ കാളപൂട്ട് നടത്തുന്ന നമ്മുടെ നാരോക്കാവിലെ അസ്സങ്കാക്കപ്പ് നമ്മോടൊപ്പം ഉണ്ട്. ഇത് ജീവകാരുണ്യ പ്രവർത്തനം കൃഷി വകുപ്പില് കൃഷിക്കാരെ ആഘോഷമാണ് കാണുന്നത്. കൃഷികളൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾ നെല്ലൊക്കെ നടത്തി നെല്ലൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കതിര് പോരാനായപ്പോൾ ഒരു കണ്ടങ്ങൾ വെച്ചില്ല കളകൂട്ട് മനസ്സിലായി. ഇത് ഇവിടെ ഒരു ക്യാൻസർ രോഗി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നാരോക്കാവിൽ ഇന്ന് ഈ കാളപൂട്ട് നടക്കുന്നത്. ഇതിന്റെ വിജയിയെ എങ്ങനെയാണ് വിജയിനെ പ്രഖ്യാപിച്ച ഇനിയിപ്പോൾ ഈ 2 റൗണ്ട് കഴിഞ്ഞ് 3ാം റൗണ്ടിൽ ബോൾ വെക്കും. 4 ബോൾ വെച്ചതിന്റെ ശേഷം അതില് അയിമ തട്ടാതെ ഉള്ളിലും ഇങ്ങനെ പരമ്പരയ്ക്ക് പായുന്ന അങ്ങനെ 13 സെക്കൻഡ് 12 സെക്കൻഡ് മന്ത്രിനാണ് വിജയിനെ കണക്കാക്കുക. ഈ 13-ൽ ചിലപ്പോൾ 4 കോടി മന്ത്രി അതിൽ സെക്കൻഡുകൾ കണക്കൂട്ടിയിട്ട് അതിൽ പുറകെ കീഴിൽ 1ാം കപ്പ് കൊടുക്കും. പിന്നെ ഇതിൽ ഒരു ജോഡി കണ്ണ് പൂട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഒപ്പം ചുരുങ്ങിയത് ഒരു 10 ആൾ പോകുന്നത്. ഈ 10 ആൾക്ക് 500 റുപ്യ കൊടുക്കണമെങ്കിൽ 60 ജോഡി കണ്ണാണ് ഇവിടെ പങ്കുവയ്ക്കും. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 60ഓളം ജോഡികൾ ഇന്നിവിടെ പൂട്ടാൻ കാളകൾ എത്തിയിട്ടുണ്ട്. അതിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ചിലപ്പോൾ 10,000 കൊടുക്കും, ചിലപ്പോൾ 5,000 കൊടുക്കും, ചിലപ്പോൾ 2,000 കൊടുക്കും. ആരും ഈ കന്നിൻ്റെ ഉടമക്കാരൻ. പിന്നെ ഞങ്ങൾ ചുറ്റോടിക്ക് നടന്ന് ഒരു ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് അതിൽ കിട്ടുന്ന പൈസ ഈ വീട്ടിലാണ് ഇന്നത്തെ ഇതിന്റെ എല്ലാ ചെലവും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് നന്ദി. ഇത് നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിലെ നല്ല മലപ്പുറം ജില്ലയിൽ തന്നെ കാളപൂട്ടുകളുടെ ഒരു ഉസ്താദ് എന്ന് പറയാം. നാരോക്കാവ് സ്വദേശി ഹസ്സൻ കാക്കയാണ്. പല ജില്ലക്കാരേറ്റ ബന്ധങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരുമ. ഇപ്പോഴത്തെ പുതുതലമുറകള് ഈ പൂട്ട് കണ്ടിട്ട് അതിൽ ആകർഷിച്ചിട്ട് എല്ലാവരും മുന്നോട്ട് പോകണം, നിർത്താൻ പാടില്ല എന്നത് നിലനിന്ന് പോകണം. പഴയ കാരണന്മാര് നമുക്ക് ഒരു പാത പിന്തുടർന്ന് നമുക്ക് കാണിച്ചു തന്നാണ്. പൂട്ടി നമുക്ക് നിലർത്തി കൊണ്ടുപോകണം. നമ്മളെ എതിർക്കുന്ന കരുത്ത് എപ്പോഴും വേണം നമുക്ക്. എടുക്കുന്നതാ Ya.